നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ ആദ്യമേ തന്നെ പറയാൻ പോകുന്നത്. പ്രവാസ ലോകത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആ വാർത്ത പുറത്തു വരുമ്പോൾ മലയാളികൾക്ക് ഒരിക്കൽ പോലും അത് നമുക്ക് എന്ത് പറഞ്ഞ് ആ വീട്ടുകാരെ സമാധാനിപ്പിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും ആ വാർത്തയിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ച ആരംഭിക്കാം. എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് വായിക്കാം. സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ച് മടങ്ങിയ ലണ്ടനിലെ മലയാളി നേഴ്സിനും പ്രതിശ്രുത വധുവിനും വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. വയനാട് സ്വദേശികളായിരുന്നു അഖിൽ, അലക്സ്, ടീന. ഇവർ രണ്ടുപേരുമാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു 3 പേരും അപകടത്തിൽ മരണത്തിനു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. മരിച്ച മറ്റു 3 പേർ സൗദി സ്വദേശികളാണ്. മദീനയിലെ കാർഡിയാക് സെന്ററിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ടീന. വിവാഹത്തിനോടനുബന്ധിച്ച് അടുത്ത ദിവസം നാട്ടിൽ പോകാനിരിക്കുമ്പോഴാണ് ടീനയ്ക്ക് ഈ അപകടം സംഭവിച്ചത്. നാട്ടിലേക്ക് പോകാനായി ലണ്ടനിൽ നിന്നും അലക്സ് സൗദിയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് അലൂല സന്ദർശിച്ചതിനു ശേഷം സൗദിയിൽ നിന്ന് ഒരുമിച്ച് നാട്ടിലെത്തി വിവാഹിതരാകാനിരിക്കെയാണ് ദുരന്തത്തിൽ ഇരുവരുടെയും ജീവൻ പൊലിഞ്ഞത്. സൗദിയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് അലൂല. ഇത് സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ച വാഹനവും എതിർവശത്തു നിന്നും വന്ന സൗദി സ്വദേശികളുടെ ലാൻഡ് ക്രൂയിസറും തമ്മിൽ കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു. മരിച്ച 2 മലയാളികളുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തി അമർന്നു പോയി എന്നാണ് സാമൂഹിക പ്രവർത്തകർ നൽകുന്ന വിവരം. അലുലയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം ഉണ്ടായത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചു. മലയാളി സാമൂഹിക പ്രവർത്തകൻ നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ രംഗത്ത് ഒപ്പം തന്നെയുണ്ട്. മൃതദേഹങ്ങൾ അലുലയിലെ മുസിൻ ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് മദീന ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും വളരെ വേദനാജനകമായിട്ട്. കാരണം വിവാഹം ജൂണിൽ നടക്കാനിരിക്കുകയാണ്. ഇനി വെറും മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരുമിച്ച് ചിലപ്പോൾ സ്നേഹിച്ച് പ്രണയ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ എന്തായാലും ഒരുമിച്ച് ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരിക്കുകയായിരുന്നു. ഒരുമിച്ച് അപകടത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം. ഇവർ മാത്രമല്ല, ഒപ്പം സഞ്ചരിച്ച ഇവരുടെ സുഹൃത്തുക്കളടക്കമുള്ള സൗദി അറേബ്യയിലെ സ്വദേശികളടക്കം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇരുവർക്കും മരണപ്പെട്ടവർക്കും ഒക്കെ തന്നെ ആദരാഞ്ജലികൾ നേരുകയാണ്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷനുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. കൂടുതൽ ആ വാർത്തയെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും അതിനെ വേദനാജനകമായ നിമിഷത്തിലോട്ട് കടക്കുന്നില്ല. മറ്റു വാർത്തകൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിൽ വാണിജ്യ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതലായി തുടരുന്നുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. കൂടുതൽ ഉദാരവും ലളിതവുമാകുന്ന പുതിയ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പ്രധാനമായും പ്രവാസികൾ അറിയേണ്ട ഒരു വാർത്ത തന്നെയാണ്. ഈ വാണിജ്യ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ സുതാര്യവും ലളിതവുമാകാൻ പോവുകയാണ്. പുതിയ വാണിജ്യ രജിസ്റ്ററും അതുപോലെ തന്നെ വ്യാപാര നാമ നിയമവും നിലവിൽ വരുന്നതോടുകൂടി രാജ്യത്തെ ബിസിനസ് രജിസ്ട്രേഷൻ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമാകുന്നത്. വിവിധ വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിനും സ്വദേശി വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് ഇത്. സബ്സിഡിയറി രജിസ്റ്ററുകൾ ഇല്ലാതാക്കുകയും ഇനി ഒരൊറ്റ വാണിജ്യ രജിസ്റ്റർ മാത്രം മതി എന്നതാകും ഇനി ഒരൊറ്റ വാണിജ്യ രജിസ്റ്റർ മാത്രം മതി എന്നതാകുകയും ചെയ്യുന്നതാണ് പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് എന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുൾ റഹ്മാൻ അൽ ഹുസൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച ഈ നിയമങ്ങൾ പ്രകാരം വാണിജ്യ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷന് പ്രത്യേക ഈ നഗരം രേഖപ്പെടുത്തിയിട്ട് ഇല്ല. അതായത് രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഈ ഒരൊറ്റ വാണിജ്യ രജിസ്ട്രേഷൻ തന്നെ മതിയാകുമെന്നും അൽ ഹുസൈൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2024 സൗദി അറേബ്യയുടെ വാണിജ്യ രേഖകളിൽ 60% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. മുൻ വർഷത്തേക്കാൾ 5,21,969 രേഖകൾ വിതരണം ചെയ്തതായാണ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 2030 എണ്ണയെ ആശ്രയിക്കുന്നത് കുറയുകയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന 40% നിന്ന് 65% ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ ശ്രമങ്ങൾക്ക് ഈ പുതിയ നിയമങ്ങൾ കൂടുതൽ കരുത്തേകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൂചിപ്പിച്ച പോലെ തന്നെ പ്രവാസികൾക്കും സ്വദേശികൾക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ മലയാളികൾ തന്നെ നിരവധി ആളുകൾക്ക് അവിടെ സ്വന്തമായി ഷോപ്പുണ്ട്, ബിസിനസ് ആരംഭിക്കാനായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു മാറ്റം എന്തായാലും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നോക്കിക്കാണാവുന്നതാണ് എന്നുള്ളതാണ്. മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? മറ്റത് അടുത്ത് വരുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എപ്പോഴും ഗൾഫിലെ കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ വളരെ അധികം കൂടുതൽ ജാഗരൂകരാവാറുണ്ട്. ഇപ്പോൾ കുവൈറ്റിലുള്ള ഒരു പൊടിക്കാറ്റിന് മുന്നോടിയായിട്ടുള്ള കാലഘട്ടമാണ് കുവൈറ്റിൽ എന്നാണ് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാനാണ് പറഞ്ഞിട്ടുള്ളത്. പൊടിക്കാറ്റ് സീസണിന് മുമ്പുള്ള അന്തരീക്ഷ അസ്ഥിരതയുടെ ഒരു ഘട്ടമാണ് ഇപ്പോൾ കുവൈറ്റിലുള്ളതെന്ന് പറയുന്നു.
ഇത് ഔദ്യോഗികമായി ഏപ്രിൽ പകുതിയോടെയാണ് ഈ കാലാവസ്ഥ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇടിമിന്നൽ ഉണ്ടായിരിക്കും, ഇടിവെട്ട് വളരെ അധികം ഇടിവെട്ടുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. ചില പ്രദേശങ്ങളിൽ പൊടി ഉയർത്താൻ സാധ്യതയുള്ള കാറ്റുണ്ടാകാം. ഇപ്പൊ സമീപകാലത്തുണ്ടായ വർധനവിന് ശേഷം താപനിലയിൽ ചെറിയൊരു കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ ചൂട് കുറച്ച് കുറയും, പക്ഷേ പൊടിക്കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇടിയും മിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയും പറയുന്നു. ഇതിനേക്കാൾ കൂടുതലായിട്ട് കടലിൽ തിരമാലകൾ ഗണ്യമായി ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിലെല്ലാം കടൽ തീരത്തേക്ക് പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കടലിൽ തിരമാലകൾ ഗണ്യമായി ഉയരാനുള്ള സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ കാറ്റ് നേരിയ രീതിയിൽ മിതമായ രീതിയിൽ വ്യത്യാസപ്പെടാനും ഇടയ്ക്കിടെ ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ വളരെ കൃത്യമായി തന്നെ നിങ്ങൾ നോക്കിക്കാണണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഗൾഫിലെ കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ കാലാവസ്ഥയിൽ മാറ്റം വരുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നിങ്ങൾ വളരെ കാര്യമായി സൂക്ഷിക്കുക. തീർച്ചയായും. കാരണം ജോലിക്ക് പോകുന്നവരെയൊക്കെ തന്നെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ പോലെ ഇപ്പോൾ നമ്മുടെ നാടും അങ്ങനെ ആയിരിക്കുന്നു. മഴയാണെങ്കിൽ ഘോര മഴ, അല്ലെങ്കിൽ ശക്തമായ ചൂട്, അങ്ങനെ ആയിരിക്കുകയാണ് അവിടെയും. അതുപോലെ തന്നെയാണ് പിന്നെ ഏറ്റവും സൂക്ഷിക്കേണ്ട സമയം ഈ പൊടിക്കാറ്റാണ്. അത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ വാഹന അപകടം പോലും എങ്ങനെയാണ് ഉണ്ടായത്, ഇനി പൊടിക്കാറ്റിൻ്റെതാണെന്ന് അറിയില്ല. അങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പൊടിക്കാറ്റ് മൂലം മരിച്ചിട്ടുള്ള ആൾക്കാരുടെ വിവരങ്ങൾ നമുക്കതിനു മുമ്പും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയ 1-2 പേർക്ക് ഈ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഭയങ്കര കാര്യമായി തന്നെ നിങ്ങൾ നോക്കണം കൂടെ. തീർച്ചയായും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഉമൽ ഖുവൈൻ ഭരണാധികാരി ഷെയ്ഖ് സൗദി ബിൻ റാഷിദ് അൽ മുവാലയുടെ മാതാവ് ഷെയ്ഖ ഹസയുടെ നിര്യാണത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അനുശോചനം അറിയിച്ചു. ഷെയ്ഖ് സൗദ് ബിൻ റാഷിദിനാണ് അനുശോചന സന്ദേശം കൈമാറിയത്. ഉമൽ ഖുവൈൻ കിരീടാവകാശി ഷെയ്ഖ് റാഷിദ് ബിൻ സൗദ് അൽ മുന്നയുടെ സന്നിധിയിലായിരുന്നു കൂടിക്കാഴ്ച. ഉമുൽ ഖുവൈസി അമേരി ക്വാർട്ടറിൽ വെച്ചായിരുന്നു അനുശോചനം സന്ദേശം നൽകിയത്. ലുലു ഗ്രൂപ്പ് ഡയറക്ടർ MA യൂസഫ് അലിയും മറ്റു ഉദ്യോഗസ്ഥരും സംബന്ധിച്ചിരുന്നു. എന്തായാലും ഒരു മരണ വാർത്തയിൽ അദ്ദേഹം തോന്നുന്നു, നമുക്കറിയാം അദ്ദേഹം MA യൂസഫ് അലി എത്രത്തോളം ഭരണാധികാരികളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്തിനെ പോലെ തന്നെ കാണുന്ന വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വൈകാരികമായ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ അനുശോചനം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു, ഈ കുവൈത്തിൽ കഴുത്തറക്കപ്പെട്ട നിലയിൽ ഇന്ത്യക്കാരെ കണ്ടു. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിലെ ഏത് ജില്ലയിലെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലെ ആളാണ് വ്യക്തമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് വ്യക്തമാവുകയാണ്. കർണാടകയിലെ ഹവേരി റണ്ണിബന്നൂർ സ്വദേശിയാണ് മുബാഷിറ എന്ന 34 വയസ്സുകാരിക്കാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് അവർ ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാളും ഇന്ത്യക്കാരൻ തന്നെയാണ്. പ്രതിയുടെ ഫോട്ടോയും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. മൈതാൻ ഹവല്ലി ഏരിയയിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. മുബാഷിറയുടെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തിയാണ് പ്രതി കൊലപ്പെടുത്തിയത്. മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരണപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. സംഭവം നടന്ന സ്ഥലത്തുനിന്ന് തെളിവുകൾ ശേഖരിച്ചു. കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് ആദ്യം വായിച്ച ഈ പ്രതിശ്രുത വരനും അതും മരണപ്പെട്ടതാണ്. എന്നാലും പ്രവാസികൾ ഒന്നടങ്കം ആ ഒരു ഷോക്കിൽ തന്നെയാണ് നമ്മളും. എന്നാലും വരും ദിവസങ്ങളിൽ അവരുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. മറ്റു വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ നാളെ ഞങ്ങൾ അതുമായി വരുന്നതായിരിക്കും. അതുവരെയും നമസ്കാരം.